ഒരു യാത്ര അവസാനിക്കുന്നു, അവിടുന്ന് തന്നെ വേറൊരു യാത്ര ആരംഭിക്കുന്നു. ഇനി നമ്മൾ മനക്കോട്ടോസിന് എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പോകാൻ പോകണമല്ലോ, നമ്മൾ തീരദേശ ഹൈവേ കൂടെ, അതായത് കന്യാകുമാരി നിന്ന് തിരുവനന്തപുരത്തിന് പോവാം. പോകുന്ന വഴിക്ക് നമുക്കൊരു ശംഖുതുറൈ ബീച്ചുണ്ട്, പിന്നെന്താ ഒരു മന്നാക്കുടി ബോട്ട് ഹൗസ് ഉണ്ട്, പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എന്തൊക്കെ കാണാൻ പറ്റും നോക്കാം. പിന്നെ തിരുവനന്തപുരം 104 കിലോമീറ്റർ നീച്ചുണ്ട്. അപ്പൊ എങ്ങനെ പിടിപ്പിച്ചാലോ? പോയേക്കാം. നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്. കന്യാകുമാരി നല്ല ആയിരുന്നു. ഇപ്പൊ ബാരിക്കാരെല്ലാം കൂടെ മറിഞ്ഞു വീണോ, നമ്മുടെ തലേ കൂടെ വീഴാനുണ്ട്. ഇത് നമ്മൾ നിന്നതിന്റെ ഫ്രണ്ടിൽ കാറ്റടിച്ച് മറിച്ച് വെച്ചേക്കാൻ നോക്കി. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സമരം വരുമ്പോഴേ ബാരിക്കേഡ് മറിയുന്ന കാണുന്നത്, ഇവിടെ കാറ്റടിച്ച് മറിക്കുന്നത്. 104 കിലോമീറ്റർ അങ്ങനെതാ യാത്ര ചെയ്യാൻ പോകട്ടോ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തി റോഡൊക്കെ എടുത്തെടുത്ത് കണ്ട് പോവാം. അവിടുന്ന് വണ്ടി കൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഒരു സൺസെറ്റ് കാണാൻ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്കൊരു 2-3 കിലോമീറ്റർ ഒരു മനോഹരമായ ഒരു പള്ളിയുണ്ട്. അടിപൊളി പഴയ പള്ളി കേട്ടോ, കല്ലി പണിതേക്കുന്നതാണ്. ഇപ്പോഴേ ആ പള്ളിയുടെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഉത്തരം പൊക്കത്തൊരു ഷട്ടറൊക്കെ ഇട്ടിരുന്നു. അതെന്തായിരിക്കും? അതിനകത്ത് എന്തെങ്കിലും വിഗ്രഹങ്ങളോ വല്ലതും ആയിരിക്കും അല്ലേ? ആയിരിക്കാം. കഥ പറഞ്ഞിരുന്നു പള്ളി വളരെ അടുത്തെന്ന് ഞാൻ കാണാം. ഇതെല്ലാം പള്ളിയുടെ സംഭവങ്ങളാണ്. ഈ റോഡിന്റെ ഇടത്തെ സൈഡ് ബീച്ചാണ് കേട്ടോ. വഴിയൊക്കെ അല്ലേ മൊത്തം വരെ മണൽ കിടക്കാം. കാറ്റും കൂടെ ആയപ്പോഴല്ലോ മണലെല്ലാം അടിച്ച് പറത്തുക. ഒരു വീട് കെട്ടി വെച്ചേക്കണത്. അതെ, ആ വെള്ളത്തിന്റെ നടുക്ക് മധുരമായിട്ട് കാണത്തില്ല. വെള്ളം കാണുന്നില്ല. ആ വെള്ളത്തിന്റെ നടുക്ക് എന്തോ ഒരു സാധനം പണിത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ എന്തുവാ കണ്ട ഒരു വെളുത്തിട്ടൊരു സാധനം മൊത്തം പൊളിഞ്ഞു പോയി, വെള്ളം കയറി. ജലസേചന പദ്ധതി കേട്ടോ. ഇതുകൊണ്ടോ അപ്പുറത്തുനിന്ന് ഇതെല്ലാം പമ്പ് ഹൗസാ. ഇവിടെ എല്ലാം നിർത്തി നമ്മൾ കണ്ട 2 വണ്ടി കണ്ടില്ലേ, 2 വണ്ടി നിർത്തി വെള്ളം ശേഖരിക്കുന്ന കേട്ടോ. അത് ഇത് ഇവരുടെ കുടിവെള്ള പദ്ധതിയാണ്. ചുമ്മാ അല്ല, അതിനകത്ത് ബോട്ടും ഇതൊന്നും കാണാത്തല്ലേ. ഈ വഴി വരുന്നവര് ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. പുറത്താറ് സ്ഥലങ്ങളിൽ ഭയങ്കര കുഴികളുണ്ട്. ഭയങ്കര കുഴി എന്ന് പറഞ്ഞാൽ സാമാന്യ ബൈക്കൊക്കെ നല്ല സ്പീഡിൽ ചാടി കഴിഞ്ഞാൽ മറിഞ്ഞ് വെച്ചു പോകും. അത് വളരെ സൂക്ഷിക്കണം. പക്ഷെ റോഡ് കാലി റോഡാണ്, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഇത് മാത്രം എന്നാ സംഭവം എന്നറിയില്ല. ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. എന്നാൽ റോഡ് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലെ പൊളിഞ്ഞ് കിടക്കുന്നു. നമുക്ക് വഴി അറിയാൻ പ്രത്യേക സ്ഥലത്തേക്ക് മാരകമായ സ്പീഡിലൊന്നും പോയില്ല. 4 വീലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, 2 വീലാകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ കണ്ണി കാണാൻ പറ്റാത്ത കുറച്ച് ബമ്പ് ഉണ്ട്. അമ്മോ, അതാ സഹിക്കാൻ വെള്ളം. സ്ഥലം താമരക്കുളം സ്ഥലത്തിൽ ബോർഡ് വെച്ചേക്കണം കേട്ടോ. വഴി ഇതുപോലൊക്കെ തന്നെയാണ്. പിന്നെ താമരക്കുളം എന്ന സ്ഥലം കഴിയുമ്പോൾ വരുമ്പോൾ റോഡിന്റെ ഇടത്ത് സൈഡിൽ ഒരു പമ്പുണ്ട് കേട്ടോ. ഭാരത് പെട്രോളിയം അല്ലേ. ഇവിടെ വന്ന വഴി 2ആയിട്ട് തിരിയുക കേട്ടോ. നമുക്ക് ചുമ്മാ വേണമെന്ന് ചോദിച്ചേക്കാലേ. ഒരു ടീ റോഡാണ്, അവിടുന്ന് ലെഫ്റ്റ് തിരിയുക, അതിനുശേഷം വഴി വീണ്ടും 2ആവും. അവിടുന്ന് റൈറ്റ്. നാഗർകോവിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലേ? നാഗർകോവിൽ ബോർഡുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോകണം. ഇവിടെ ഉണ്ട് റോഡിന് നമ്മളാ തിരിയുന്ന ഒരു ഓപ്പോസിറ്റ് ഒരു പമ്പ് HP കിടക്കണം. നമ്മളൊരു പാലത്തിലോട്ടാണ് കയറുന്നത്. നല്ല നാഗർകോവിൽ ഈ പാലം കഴിഞ്ഞ് റൈറ്റ് ആയിരിക്കും അല്ലേ? മിക്കവാറും റൈറ്റ് ആയിരിക്കണം. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നാഗർകോവിൽ ആപ്പിളും ആ സൈഡിൽ എന്തോ ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ. ഇവിടെ ഒരു വൃത്തികെട്ട തൊണ്ടി ചീഞ്ഞ മണമല്ലോ. ഈ പാലത്തെ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ പള്ളിയും ഇതൊരു ചെറിയ മത്സ്യബന്ധന തുറമുഖാട്ടോ. അതെ, ഇത് കടലിലോട്ട് കയറി കിടക്കുന്നത്. ഇത് കടലും കാലും ചേർന്ന ഒരു പൊഴിയാണ്. നല്ല പഴക്കമുള്ള പാലമാണ് അല്ലെ. വലിയ ഡിസൈനിങ് ഒന്നും ഇല്ലാതെ ചെയ്തേക്കണേ. ഇത് തൂണൊക്കെ നല്ല ഗംഭീര തൂണാണ്. ഇത് പാലത്തിനാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇടുക്കിടുക്കിടുക്കിടും പോകും. ചെറിയ വള്ളങ്ങൾ മാത്രം വന്നടുക്കുന്ന സ്ഥലങ്ങളാണ് മുന്നോട്ട്. ഇവിടെ ബോർഡുണ്ട് കേട്ടോ. അടുത്ത 24 കിലോമീറ്റർ മുട്ടം എന്നൊരു ബീച്ചുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് 96 കിലോമീറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് 8 കിലോമീറ്റർ കൂടി കേട്ടോ. അന്നേരമാണ് 8 കിലോമീറ്റർ വന്നപ്പോഴത്തേക്കാണ് ഈ പാലം.
പുത്തളം നിലവിൽ വന്നതിൽ കണ്ടതിൽ ഇത്രയും വലിപ്പം നീളമുള്ളൊരു സിറ്റി അല്ലേ? അവിടെ 200 മീറ്റർ ഉള്ളു കേട്ടോ നീളം. മുത്തൂറ്റിന്റെ ഒരു ബാങ്ക് ഉണ്ട്, 12 ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയലക്കുടിയോ എന്നിട്ട് എന്തുവാ ലൈബ്രറി പോലത്തെ ഒക്കെ. തിരുവനന്തപുരം തിരുവനന്തപുരം അങ്ങോട്ട് കൊടുത്തേക്കണം. തിരുവനന്തപുരം ഇങ്ങോട്ട് നാറുകോല് നേരെ. തിരുവനന്തപുരം പോയാൽ മതി നമുക്ക്. തിരുവനന്തപുരം പോയാൽ മതി നമുക്ക്. അപ്പൊ വീണ്ടും കടൽ തീരത്തോട്ട് ഇല്ലായിരിക്കും. ഇവിടുന്ന് നമ്മളൊന്ന് ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ സംശയം പൂർത്തീകരിച്ചു കേട്ടോ. കുളച്ചൽ വഴിയാണ് ഈ വഴി പോകുന്നത്. നമ്മൾ നാഗർകോവിൽ എന്നുള്ള പരിപാടി കുളച്ചലിലോട്ട് മാറ്റി. ഇനി ഈ വഴി ഒന്ന് പോയി നോക്കാം. എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടെന്നേ. അതെ, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ യാത്ര ഉണ്ട്. എന്തായാലും നമ്മൾ യാത്ര ചെയ്യുക. കുളച്ചൽ യുദ്ധത്തിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. നമുക്ക് കുളച്ചൽ എന്ന് കണ്ടറിയാം. വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു സ്കൂളാണ് കേട്ടോ, ഹയർ സെക്കൻഡറി സ്കൂൾ. നല്ല പച്ചപ്പിനകത്ത് പച്ച പെയിന്റൊക്കെ അടിച്ചല്ലേ, പച്ചയും മഞ്ഞയും പെയിന്റൊക്കെ അടിച്ച സ്കൂള്. അയ്യോ, റോഡിന് നടുക്ക് മതിൽ കിട്ടിയേക്കുന്നു. വഴി കണ്ടിട്ട് ഇച്ചിരി പാടുപെടുന്ന ഇഷ്ടമുണ്ട്. നോക്കാം. അപ്പൊ നമ്മൾ ഇച്ചിരി കൂടെ കടലിനോട് അടുത്ത് കേട്ടോ. വീണ്ടും സൗത്ത് തെരുവിളൈ. തെരുവിളൈ. ഞാൻ കേട്ട തെരുവിളി. അത് തന്നെ സാധനം. അത് കുറച്ചുകൂടെ വിളൈ എന്നാക്കിയാൽ മതി. ഇവിടെ വഴിയിലൊരു നമ്മുടെ സാധാ ഗോപുരം. ഗോപുരം എന്ന് വെച്ചാൽ തമിഴ്നാട് എവിടെ ചെന്നാലും കാണുന്ന ഗോപുരം. അതുപോലെ നമ്പറുണ്ട്. വെയിറ്റ് ഷെഡ് ഉണ്ടോ? നടുക്ക് 3 തൂണ്. ആ തൂണേന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ചെരിച്ച് വാർത്തേക്കുന്നു. ആ തൂണ് ഒരു ബീം വാർത്തിട്ടേ. ആ തൂണിന്റെ താഴെ ഇരിക്കാൻ ഒരു ബീം വാർത്തേക്കുന്നു. ഏതാ സിമ്പിൾ വെയിറ്റ് ഷെഡ് എന്ന് വെച്ചാൽ. പക്ഷെ ഇവിടെ ലക്ഷങ്ങളുടെ കണക്കൊന്നും ഇത് എഴുതിയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് തന്നെ. നേരെ തിരുവനന്തപുരം. വലത്തോട്ട് വെച്ചിട്ടുണ്ട്. നേരെ തിരുവനന്തപുരം വെച്ചിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേര് മാത്രം കിട്ടിയില്ല. ഇവിടെ ATM സംവിധാനങ്ങളൊക്കെ ഒരു സ്ഥലമാണ്. സ്ഥലത്തിന് കഴിഞ്ഞ് ഫുള്ള് എല്ലായിടത്തും തമിഴിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. മേലകൃഷ്ണപുത്തൂർ. മേലകൃഷ്ണപുത്തൂരോ? കണ്ടോ എവിടെയാ? ഞാൻ ബാങ്കിന്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ. കാണാല് നമ്മുടെ ആലൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ട്. സാമാന്യ ഭേദപ്പെട്ട ഇവിടെ എവിടെയെങ്കിലും വെള്ളം കുടിക്കാൻ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏത്താറല്ല, ഏത്തമൊഴി. ഏത്തമൊഴി നമുക്ക് നോക്കിയാലോ. ചട്ടിവിളക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇവിടെ 2-3 റോഡ് തിരിയുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാറുപോലെ തന്നെ അല്ലേ? നമുക്ക് നേരെ അല്ലേ? നമുക്ക് ഇവിടെ നേരെ ട്രിവാൻഡ്രം. നമുക്ക് ഇവിടെ എന്തെങ്കിലും മോരോ അങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടുമെന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണ്. ഇവിടെ കുറേ അമ്പലങ്ങളുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പൂക്കടകൾ, പൂക്കട, ATM. അതെ, ഇവിടെ ഒരു വെള്ളം വിൽക്കുന്ന കട കണ്ടു. നോക്കാം. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഈത്താമൊഴിയോ? അത് തന്നെ കറക്റ്റ്. പക്ഷെ നാരങ്ങാവെള്ളം കൊള്ളൂലായിരുന്നു കേട്ടോ. സത്യമായിട്ട് കൊള്ളത്തില്ല. എന്റെ തൊണ്ടയ്ക്കൂടെ ഏതാണ്ട് ഇരിഞ്ഞിറങ്ങി. അതാ ഞാൻ വെള്ളം കളഞ്ഞത്. പിന്നെ എനിക്ക് പറ്റിയെന്നാ അറിയോ? എനിക്ക് സ്റ്റീൽ ഗ്ലാസ് തന്നത്. ആ സ്റ്റീലിന് ഒരു ചൊവ്വയും കൂടെ ഉണ്ട്. എന്തോ ഒരു ഇതല്ലേ? നമ്മളെ സ്റ്റീൽ ഗ്ലാസ് ചുണ്ട പിടിക്കുമ്പോ തണുത്ത സോഡയും കൂടെ എല്ലാം കൂടെ വന്നിട്ടേ ഒരുമാതിരി ഗുണം തരുന്നു. അപ്പം ഇനി ഇവിടുന്ന് 13 കിലോമീറ്റർ ഞാൻ മണ്ടക്കാട്. നമ്മള് മണ്ടക്കാട് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഫേമസ് ക്ഷേത്രമല്ലേ മണ്ടക്കാട്ട് ഭഗവതി? മണ്ടക്കാട്ട് നമ്മുടെ മറ്റേ ഇദ്ദേഹം പറഞ്ഞില്ലേ, സിനിമയിൽ പറയുന്നുണ്ടല്ലോ. സിനിമയിൽ പറഞ്ഞില്ലേ, ബാലേന്ദ്രമേനോന്റെ സിനിമ മണ്ടക്കാട്ട് ഭഗവതിയാണ് സത്യം. അപ്പൊ നമുക്ക് പോകുന്ന വഴി അതൊക്കെ ഈ വഴിയിൽ നമുക്ക് കാണാനുള്ള സംഭവം. ഈ സ്ഥലത്തിന്റെ പേര് ധർമ്മപുരം. അപ്പൊ ഇതാണ് അവിടുത്തെ ആ ബാങ്കിന്റെ അവിടെ വെച്ചിരുന്നത് അല്ലേ? ധർമ്മപുരം. അങ്ങനെ ഈത്താമൊഴി എന്ന് പറഞ്ഞപ്പോ നമ്മളോട് ധർമ്മപുരം വായിച്ചു. ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല. ഇപ്പൊ ശരിയായില്ലേ? അതെന്തോ കടന്നു പോയത്? ഒരു ചെറിയൊരു വണ്ടിയാ തോന്നുന്നു. വഴി ഇങ്ങോട്ടായിരുന്നു, അങ്ങോട്ട് വഴിയില്ലായിരുന്നു. ഇല്ല. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നാഗർകോവിലെത്തും. നേരെ പോയാലും തിരുവനന്തപുരത്തും. അപ്പൊ നമുക്ക് മണ്ടക്കാട് പോകുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. അല്ലേ, കടലിൽ ചെന്ന് നിൽക്കുവോ? അള്ളാ, സ്ഥലത്തിന്റെ പേര് ഇത് മൊത്തം തമിഴാണ്. അതാണ് ഈ സ്ഥലത്തിന്റെ പേര് രാജക്കമംഗലം കേട്ടോ. ഇവിടെ ഒരു വലതുവശത്ത് ഒരു PPM ഹോസ്പിറ്റലുണ്ട്.
അത് കഴിഞ്ഞ് വരുന്ന സ്ഥലം ഗണപതിപുരമാണ് കേട്ടോ. വലിയൊരു ആലൊക്കെ നോക്കി നോക്കി അടിപൊളി ഒരു ആല് നിൽപ്പുണ്ട്. നല്ല അത്രയും ഭാഗം നല്ല തണുപ്പിന് അന്തരീക്ഷം. എന്നാ അവിടെ വായിച്ചേ? അതൊരു കോളേജാണ്, അണ്ണ വിനായകർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ. അണ്ണ വിനായക നഗർ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ ഇടതുവശത്തുണ്ടായിരുന്നു. പക്ഷെ ആ ഗേറ്റ് ഇച്ചിരി താട്ടിറങ്ങി കടന്നു കഴിഞ്ഞാൽ അല്ല, ആ ഒരു വളവും കൂടെയാ, അപ്പൊ കാണത്തില്ല. ഇത് അലൻകോട്ടെ അല്ലേ? അലൻകോട്ടെ. അലൻകോട്ടേക്കുള്ള ഇടതുവശത്ത് നോക്കിയേ, പള്ളിയാണ്, ഒരു CSI ചർച്ച്. CSI ചർച്ച് അലൻകോട്ടെ. ഈ സ്ഥലത്തിന് നല്ല ഭംഗിയുള്ള പേരാണ്. എന്നെ കുറച്ചേടാ വായിച്ച വെള്ളമടി. വെള്ളമടി എന്നാ ആ താഴെ ബാറിന്റെ ഇവിടെ ഇതിന്റെ ബോർഡ് നോക്കണ്ടേ അല്ലേ? വെള്ളമടി എന്നുള്ളതല്ലേ? വെള്ളമടി ഇവിടെയാണ്. തിരുവനന്തപുരം 77. ഒരു അമ്പലത്തിന്റെ പേര് എഴുതിയിരുന്നത്. ഇവിടെ കുറേ ഭാഗത്ത് അടുപ്പിച്ചടുപ്പ് കരിക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വർക്ക്ഷോപ്പ് ഇല്ലെന്ന് പറഞ്ഞാൽ പരാതി തീർക്കും. അവർ 2 ബോഡി വർക്ക്ഷോപ്പ് ഉണ്ട്, 2 മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്, ഒരു വായന ടയർ വഞ്ചിലൊക്കെ ചെയ്യുന്ന ഒരു കടയുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് അമാണ്ടിവിളൈ. അമാണ്ടിവിളൈ. ഇച്ചിരി വലിയ സിറ്റി കേട്ടോ. അമാണ്ടിവിളൈ എന്നുള്ള സാധനം ബോർഡ് വായിക്കാൻ വേണ്ടി നമ്മൾ സിറ്റി തീർന്നപ്പോഴാണ് ഒരാളോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി കേട്ടോ. വായിക്കാൻ ഒന്ന് ഇംഗ്ലീഷിൽ ബോർഡ് എവിടെ ഇല്ല. ഏറ്റവും ലാസ്റ്റ് ഒരു ബിൽഡിങ്ങിന്റെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെന്നാന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ചോദിച്ചു. നമ്മൾ പറഞ്ഞു പേരൊക്കെ വേറെ. അതല്ലെങ്കിൽ അമാണ്ടിവിളൈ വായിച്ചത് മാറിപ്പോയി. ഇവിടെ ATM സൗകര്യം ഉണ്ട്, പമ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല അല്ലേ? ചെറിയൊരു ആശുപത്രി ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, നല്ലൊരു ഒരു നല്ല കിടക്കാച്ചി അമ്പലമുണ്ട്, കളർഫുൾ ആയിട്ടിരിക്കുന്നു. മണ്ടക്കാട് ടെമ്പിൾ നേരെ കൊടുത്തത്. ഒരു ചെറിയൊരു പാലവും അതിൻ്റെ അടിയിൽ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വെള്ളം ഒഴുകുന്നുണ്ട്. ഇനി ഇവിടുന്ന് തിരുവനന്തപുരം എയർപോർട്ട് കൊടുത്തേക്കുന്ന 68 കിലോമീറ്റർ. ഇതാണ് മാനവളക്കുറച്ചി. മാനവളക്കുറിച്ചി അല്ലേ? ഇവിടെ ഒരു ഭാരത് പെട്രോളിയത്തിന്റെ പമ്പുണ്ട്. അടുത്തടുത്താ കേട്ടോ അല്ലേ? കുറേ സിറ്റികൾ അടുത്തടുത്ത എല്ലാം ഒരു 3/4 കിലോമീറ്റർ 1 കിലോമീറ്റർ അടുത്ത് വന്നത്. ചാടി അനീഷ പറയലുണ്ടോ? ഉണ്ട്. അവിടെ ഒരു നൊസ്റ്റാൾജിയ കാഴ്ച ഉണ്ടായിരുന്നു. സ്കൂളില് പിള്ളേര് പ്ലേറ്റുമായിട്ട് ക്യൂ നിൽക്കുന്നു. കണ്ടായിരുന്നല്ലേ? ഞാൻ കണ്ടു. പണ്ട് ഒരു 12:30 ആകുമ്പോഴത്തേനും കയറും, കഞ്ഞിയും കയറും കഴിക്കാൻ വേണ്ടി കഞ്ഞിയും പേരും കഴിക്കാൻ വേണ്ടി പോകുന്നൊരു ഓർമ്മ. ഇന്ന് വീട്ടിൽ നിന്ന് തിരിച്ച് കഞ്ഞിയും പേരും കഴിക്കണം. ഇതുകൊണ്ട് നേരത്തെ വിളിച്ചു. ഈ സ്ഥലത്തിന്റെ പേര് വായിച്ചില്ല, മൊത്തം തമിഴാണ്. ഞാൻ കുറച്ചു നേരമായിട്ട് നോക്കും. അത് ഈ സ്ഥലത്തിന്റെ പേര് മുമ്പേ വായിച്ചിട്ട് ഇപ്പൊ മറന്നുപോയി. ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ ബോർഡ് കണ്ടതുകൊണ്ട് പറയാം, മാനവിളക്കുറച്ചി. ഇത് ഇച്ചിരി നീളമുള്ളൊരു സിറ്റി അല്ലേ? കുറച്ച് ദൂരമുണ്ട്. ഇപ്പൊ വീടിന്റെ ഒക്കെ ആ ഒരു അതൊക്കെ മാറിയല്ലേ? ഒരു എന്താ പറഞ്ഞ ഓരോ വീടും മതിലും അങ്ങനെയൊക്കെ അല്ലേ? എന്താ വെള്ളയും പച്ച ചെയ്തേക്കണം. നമ്മുടെ നാട്ടിൽ കറുപ്പും വെള്ളയല്ലേ ബാറ് ചെയ്ത്, പച്ചയും വെള്ളം ചെയ്തേക്കണം. ഇങ്ങനെയും ബാറുണ്ടെന്ന് പറയാം അല്ലേ? അല്ലേ? മാനവളക്കുറിച്ചിയിൽ ഒരു ബാറുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ഹോസ്പിറ്റലുണ്ട്, അടുത്ത എവിടെയോ പെട്രോൾ പമ്പുണ്ട്, പമ്പിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ റോഡിൽ നല്ല കുഴി വന്നിട്ടുണ്ട്. ആ കുഴി കുറച്ച് ഭാഗമൊക്കെ കോൺക്രീറ്റ് അടച്ചിട്ടുണ്ട്. ഇടതുവശത്ത് നമ്മുടെ കടൽ വിട്ടിട്ടില്ല കേട്ടോ. കടൽ അവിടെ തന്നെ ഉണ്ട്. വലതുവശത്തോട്ട് എന്നതാ തിങ്കൾ നഗർ. ആ വലതുവശത്തോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, തിങ്കൾ നഗർ. ഇവരെല്ലാം ഈ നമ്മുടെ ബോട്ട് ചെറിയ ചെറിയ വള്ളങ്ങൾ റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ. ഇതിന് ചുറ്റുപാട് മൊത്തം ബോട്ട് റിപ്പയർ ചെയ്യുന്നുണ്ട്, പെയിന്റ് അടിക്കുന്നുണ്ട്. ഇവിടെ തൊണ്ടിനകത്ത് ചകിരി എടുക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ആ ചെളിക്കകത്തിട്ട് ചീഞ്ഞ് കളഞ്ഞെടുക്കുന്ന സാധനം ഇത്. ചീച്ചാലേ തൊണ്ട് കിട്ടും, ചകിരി കിട്ടും. അതറിയത്തില്ല. അവര് അതിൻ്റെ അകത്തിട്ടിട്ട് കറക്കി അതിന്റെ പൊടിയൊക്കെ താഴെ പോകുന്നുണ്ട്. അപ്പുറത്തൊരു അമ്മ നിന്ന് ചകിരി വാരി ഒരു ചെറിയ ബെൽറ്റിലോട്ട് ഇടുന്നുണ്ട്. ഇങ്ങനെയാണ് അപ്പൊ കയറുണ്ടാക്കുന്നതിന്റെ തുടക്കം.
തുടക്കം ചകിരിയായിട്ട് എടുക്കുന്നതായിരിക്കും, കയറായിരിക്കും. ആ പുത്തൂർന്നാണ് കേട്ടോ സ്ഥലത്തിന്റെ പേര്. വലിയ സ്കൂള് കഴിഞ്ഞിട്ട് വലിയൊരു പള്ളി. പള്ളി കടൽ തീരത്തിനോട് ചേർന്നല്ലേ? കടല നേരെ പുറകിൽ ബീച്ചാ. പള്ളിയിലെ കല്യാണം പോലത്തെ പരിപാടി നടക്കുന്നു. ഈ സൈഡ് ഉറപ്പായിട്ടും ഇത് കുറെ ഏരിയ ഉണ്ട് കേട്ടോ. അതൊരു മറ്റേ കോളനി പോലെ അല്ലേ? കോളനി പോലെ വീടുകൾ. സ്ഥലത്തിന്റെ പേരെന്തോ? പുത്തൂർ. എല്ലാം ചെറിയ വീടുകളാണ്. നമ്മുടെ ഓട് വാങ്ങിയ ചെറിയ വീട്. അപ്പൊ ഉറപ്പായിട്ടും അപ്പുറം ബീച്ചായിരിക്കും. നേരെ എതിരെ ഒന്ന് ഒരു ബീച്ച് കാണാൻ കയറി കേട്ടോ. പുത്തൂറല്ലേ സ്ഥലം പറഞ്ഞേ? അതെ. എല്ലാം അടുപ്പിച്ച് വീടുകൾ കേട്ടോ. ചെറിയൊരു മത്സ്യബന്ധന തുറമുഖം കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് തോന്നുന്നു. വലിയ വൃത്തിയോടൊന്നും ഇല്ലാത്ത നല്ലൊരു കടലല്ലേ? കടല് ശാന്തമാ. ആൾക്കാരൊക്കെ കടലിറങ്ങുന്നുണ്ട്. നമുക്ക് മണ്ടക്കാട് തന്നെ കയറി പോയേക്കാം. അതെ, അവിടെ ഒരു പട്ടണം കാണുന്നത്. അതെ, സ്ഥലം ചോദിച്ചിട്ടോ. വന്ന വഴി വലത്ത് ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ വന്ന വഴി വലത്ത് സൈഡ് നമുക്ക് പോകാനുള്ള ഇടത്തോട്ട്. അപ്പൊ നമ്മൾ ഈ അമ്പലത്തിലോട്ട് നേരെ സ്ട്രെയിറ്റ് തിരിഞ്ഞ് കയറാൻ പോകട്ടോ. മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം. ഇതാണ് ക്ഷേത്രം കേട്ടോ. ഇതാണ് മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം. വേറെ ലുക്കാണല്ലോ ഇത്. ഈ കറക്റ്റ് ആ സ്ഥലത്ത് നിന്ന് ദൂരോട്ട് പോകാനൊന്നുമില്ല കേട്ടോ. അതെ, അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് തിരിയുന്നതും ക്ഷേത്രം കാണാം അല്ലേ? ഇതാണ് പ്രസിദ്ധമായ പേര് കേട്ട ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം, മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. സമയം 1 മണിയായിട്ടോ. അമ്പലം അടച്ചിട്ടില്ല, നല്ല തിരക്കുവാ. ക്ഷേത്രത്തിന് അറിയാലോ, ക്ഷേത്രത്തിൻ്റെ അകത്തൊന്നും നമുക്ക് വീഡിയോ അനുമതിയല്ല കേട്ടോ, അനുവദനീയമല്ല. പിന്നെ ക്ഷേത്രത്തിൽ പണി നടക്കുക. മേളിലൊരു ഷെഡടിച്ച് അതിൻ്റെ താഴെ മേൽക്കൂരയൊക്കെ പണി നടക്കുക കേട്ടോ. അപ്പം ഈ വഴി യാത്ര ചെയ്യുന്നവർക്ക് വന്ന് കാണാനും ഒരു അന്നദാനം കഴിക്കാനും വഴിപാട് എന്തെങ്കിലുമൊക്കെ നടത്താനും പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും വെളിയിലോട്ട് ഇറങ്ങാം കേട്ടോ. എല്ലാ ദിവസവും ഇവിടെ പൊങ്കാലയുണ്ട് കേട്ടോ. ചുറ്റുവട്ടത്തെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പൊങ്കാല കലങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം പെയിൻറ്റിങ് കേട്ടോ അല്ലേ? നമ്മൾ ഇതുവരെ കാണാത്തൊരു മഞ്ഞ അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ വന്ന വഴി വീണ്ടും വഴിയിലോട്ട് ഇറങ്ങുവാണേ. കുളച്ചൽ ലക്ഷ്യമാക്കി നിന്നു കേട്ടോ. കുളച്ചൽ ഇത് തൊട്ടടുത്ത് ഈ പച്ച ഇത് ചെറിയാട്ടോ. ഇത് പായര കെട്ടി കിടക്കുന്നതാണ്. അതിന് തൊട്ടപ്പുറത്തൊരു കുറച്ച് സ്ഥലം തെങ്ങും തൊപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ബീച്ചാ ഫുള്ള്. പിന്നെ അവിടെ ബീച്ച് വീതി കുറവാ അല്ലേ? ശരിക്കും അങ്ങ് മംഗലാപുരം തൊട്ട് ഇനി കന്യാകുമാരി വരെ ഈ തീരത്തോടെ പണിതാൽ മതിയായിരുന്നു അല്ലേ? ഹൈവേ നല്ല സുഖമായിരുന്നു. അടിപൊളിയല്ലായിരുന്നോ? പിന്നെ ശകല ദൂര വ്യത്യാസമൊക്കെ വരുന്നുള്ളായിരുന്നു. ഇവിടെ നിന്നൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും വേണ്ടവരൊക്കെ കട്ട് ചെയ്ത് കയറി പോകണ്ടേ. വെട്ടിയും പോകുകയും സർവീസ്. നമ്മള് പല സ്ഥലത്തും വളവിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ബാരിക്കേഡ് വെച്ചേക്കണം. ഇത് ശരിക്കും വെച്ചേക്കണമെന്നില്ല, വണ്ടി ഈ വെള്ളത്തിനകത്ത് പോയിരിക്കും കേട്ടോ. തൊട്ടടുത്താ. അതുമല്ല നിരന്ന സ്ഥലമായിട്ട് നല്ല സ്പീഡ് വണ്ടി പോവുകയും ചെയ്യും അല്ലേ? അത് തന്നെ. വണ്ടി എങ്ങാനും ഒന്ന് വണ്ടി റോഡിന് പുറത്തിറക്കി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിൽ പോകും. നല്ല വലിപ്പമുള്ള കിടുക്കാച്ചി പള്ളി. എന്താണ് പള്ളിയുടെ പേര്? അയ്യോ, തമിഴിലായി. അടിപൊളി പള്ളി കേട്ടോ. നമുക്ക് വരുന്ന വലത്ത് സൈഡില്. അങ്ങനെ നമ്മൾ കുളച്ചലെത്തി കേട്ടോ. വെറൈറ്റി പള്ളി. ഒരു വലിയ ഹാള്, അതിന് പുറകില് പള്ളി. ഇത് കുളച്ചൽ അല്ലേ? കുളച്ചൽ അവിടുന്ന് ബീച്ച് ജംഗ്ഷൻ എത്തിയിട്ട് നമ്മൾ റൈറ്റ് പോരണം. ബീച്ചിൽ നമ്മൾ റൈറ്റ്, ബീച്ച് ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് കുറച്ചങ്ങോട്ട് വന്നിട്ട് വീണ്ടും ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് തിരിഞ്ഞു പോകും. അടുത്ത പറഞ്ഞ സ്ഥലം മാർത്താണ്ഡം അല്ലേ പറഞ്ഞു? ഇനി വരുന്ന മെയിൻ സിറ്റി മാർത്താണ്ഡം. ഈ റോഡൊക്കെ ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരിക്ക് വരുമ്പോഴല്ലോ നമ്മൾ അങ്ങോട്ട് പോയ റോഡും ഇങ്ങോട്ട് പോയ റോഡൊക്കെ ഇച്ചിരി സമയമൊക്കെ എടുത്ത് എൻജോയ് ചെയ്തൊരു ടൂർ ആണെങ്കിൽ ഇതൊക്കെ നല്ല രസം കേട്ടോ. കാരണം കുറേ സ്ഥലത്ത് നമുക്ക് ഈ വഴിയിലൊക്കെ വന്ന് നിർത്തി പല കാഴ്ചകളും കണ്ടുപോകാൻ പറ്റും. ബീച്ച് കാണാൻ പറ്റുന്നതും അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ബീച്ച്, കുറെ പള്ളികളുണ്ട് അല്ലേ? കുറെ പള്ളികൾ, അതുപോലെ അമ്പലങ്ങള്. എല്ലാത്തിനും വെറൈറ്റി ആണ്. ഓരോ പള്ളിയും ഓരോ അമ്പലങ്ങളും എല്ലാം ഓരോ രീതിയിലാണ് പണിത് വെച്ചേക്കുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന ഒരു ഷേപ്പ് അല്ല പലതും. നല്ല പൊക്കത്തിൽ ഗോപുരമൊക്കെ പണിത ഒരു പള്ളി. സ്ഥലത്തിന്റെ പേര് പല്ലപ്പല്ലം. കരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്
റൈറ്റ് മാർത്താണ്ഡം. സാമാന്യം ഭേദപ്പെട്ട വലിയ സിറ്റി അല്ലേ? ചെറിയ റേറ്റ് ആവും. ഇതാന്ന് തോന്നുന്നല്ലോ. സിഗ്നൽ ലൈറ്റ് ഉണ്ട്, പക്ഷെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അതാരാണ്? രാജീവ് ഗാന്ധി ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അവിടുന്ന് റൈറ്റ് പോരും. റൈറ്റും അതുപോലെ തന്നെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. മാർത്താണ്ഡം ലെഫ്റ്റ്. അപ്പുറത്തോട്ട് പോയാൽ പള്ളിയാടി അല്ലേ? പള്ളിയാടി. ഓ, ഈ റോഡ് മറ്റേ കുരു റോഡാ അല്ലേ? വൃത്തികെട്ടിട്ട് അറിയാം. ഇപ്പൊ കാലാവസ്ഥ മാറിയല്ലേ? കേരളത്തിന്റെ ബോർഡറിലോട്ട് എത്താൻ പോവാണല്ലോ. വീടുകളുടെ എല്ലാം മാറി, ഷേപ്പ് എല്ലാം നമ്മുടെ നാട്ടിലെ ഇതായി. നമ്മൾ ഈ യാത്രയിൽ ഇതുവരെ റെയിൽവേ ക്രോസ് കടന്നു പോയിട്ടില്ലായിരുന്നു കേട്ടോ. അത് നമ്മൾ മാർത്താണ്ഡം എത്തുമ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. നമുക്ക് ഒരു ക്രോസ് കിട്ടി. സാധാരണ നമ്മൾ വരുമ്പോ അടച്ചു വെക്കേണ്ടതാണല്ലോ. സാധാരണ എവിടെയൊക്കെ അവരുടെ ഇൻവിറ്റേഷൻ നടത്തിയത് കന്യാകുമാരി പാതയല്ലേ, വേറെ ഇല്ലല്ലേ? ഒറ്റ ലൈനേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ലേബർ ക്രോസ് കഴിഞ്ഞ് ഒരു വളവ്, ആ വളവ് നന്നായിട്ട് വളച്ചില്ലെങ്കിൽ ആദ്യം യോഗം ഉണ്ടെ പമ്പിൽ കയറും, ഇല്ലെന്നുണ്ടെ ഈ ചിറ കിടക്കും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഏതാ സ്ഥലം? ഇഷ്ടംപോലെ കരിക്ക സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാർത്താണ്ഡത്തോട്ട് അടുത്ത് വരുമ്പോൾ കണ്ട കേട്ടോ. ഇത് മറ്റേ പേച്ചിപ്പാറ എന്ന് പറഞ്ഞാൽ ഡാമിൽ നിന്ന് വന്ന് കിടക്കുന്ന വെള്ളമാണ് കൃഷിക്ക്. ഇതിന് ചുറ്റോട്ടും മറ്റേ നമ്മുടെ ഷട്ടറുണ്ട്, സാധനം തുറന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ തമിഴും മലയാളവും കലർന്ന ഒരു സെറ്റപ്പാണ് അല്ലേ? തമിഴാണോ പറയുന്നത്, മലയാളമാണോ പറയുന്നത്, ആ ഒരു ഇതിലോട്ട് വന്നു. ചോറുണ്ട്, ഇച്ചിരി കൂടിപ്പോയി. ഇച്ചിരി കഴിഞ്ഞ് വീഡിയോ എടുത്താൽ മതിയോ? ചോറുണ്ട്, ഇച്ചിരി കൂടിപ്പോയി. അങ്ങനെ നമ്മൾ മാർത്താണ്ഡത്തെത്തി. മാർത്താണ്ഡം നമ്മുടെ മുമ്പിൽ ഇടതുവശത്ത് കാണുന്ന കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. മാർത്താണ്ഡം ബസ് സ്റ്റാൻഡ്, നല്ല കിടുക്ക് ബസ് സ്റ്റാൻഡ്. കളിയിക്കാവള തിരുവനന്തപുരം. മാതാ തങ്കമഹൽ. നല്ല സിൽക്സ് അല്ലേ? നിളയല്ലല്ലോ, നല്ല അല്ലേ? നല്ല അള്ള ഫ്ലൈ ഓവറിലും ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു പള്ളി. ഇത് പള്ള പുരാതന പള്ളിയാണ്. പള്ളിയുടെ പേരൊന്നും അറിയത്തില്ലോ. ഒന്നും ബോർഡ് ഒന്നും ഇല്ല. വലിയ വാതിലും കാര്യങ്ങളൊക്കെ ആയിട്ട്, വലിയ വാതിലും ക്ലോക്ക് ടവറും. താഴേന്ന് വരുന്ന വണ്ടിയും ഫ്ലൈ ഓവറിൽ ചെന്ന് ഇറങ്ങുന്നതും ഫ്ലൈ ഓവറൊക്കെ ഇറങ്ങാനുള്ള എല്ലാവരും അവരുടെ അടുത്ത് വന്നാ സന്ധിക്കുന്നത്. ഈ കറക്റ്റ് ഒരാവശ്യമില്ലാണ്ട് ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വണ്ടി ഒരു നേരം കൂടെ കടന്നു പോയാൽ. ആ ടയർ കമ്പനിക്കാരൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി പോയി. ഇല്ലെന്ന് നമുക്ക് ഇനോവ വേണ്ട. ഈ സ്ഥലം കുഴിത്തുറൈ. നമ്മൾ മാർത്താണ്ഡം ഫ്ലൈ ഓവർ കയറി അല്ല ഇറങ്ങി ഒരു കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഉള്ള സ്ഥലമാണ് കേട്ടോ കുഴിത്തുറൈ. ഇതും അത്യാവശ്യം വലിയ സിറ്റിയാണ്. ഇവിടെ എന്തോ കോറിയോ അങ്ങനെ എന്തോ സംഭവങ്ങളുണ്ടോ? ഇഷ്ടംപോലെ ടോർച്ച് കൊടുക്കുന്നുണ്ടല്ലേ? ശരിയാണ്. തിരക്കുള്ള സിറ്റിയാണ്. റോഡിൽ നല്ല വലിപ്പക്കുറവാണ്. നമ്മൾ ഇത്രയും നേരം വന്നിട്ട് ആദ്യമായിട്ടാ ഇത്രയും തിരക്കുള്ള ഒരു സിറ്റി കണ്ടോ അല്ലേ? ടൈറ്റ് റോഡ്, നല്ല ടൈറ്റ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ആ തിരക്കിനിടെ നമ്മൾ പുറത്താടി. വണ്ടി ഇച്ചിരി സ്പീഡിൽ ഓടിയാലേ ഉള്ളൂ. നമുക്ക് ശക്തല കാറ്റടിക്കും. നമ്മാന്ന് ചൂടാട്ടോ അവിടെ. ടോറസ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? വലിയ വണ്ടികൾ മാത്രം. എന്ത് ടോറസാ വരുന്നത്? അങ്ങനെ നമ്മൾ ഇന്നലെ കളിയിക്കാവളയിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോയി. ഇന്ന് നമ്മൾ കളിയിക്കാവള വന്ന് വീണ്ടും പെട്രോൾ അടിച്ചല്ലേ? അതേ പമ്പിൽ കയറി അടിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ആ ട്രിപ്പ് കറങ്ങിയാണ് കളിക്കാവള ജംഗ്ഷൻ അല്ലെങ്കിൽ കളിക്കാവള സിറ്റി വന്ന് ചാടിയിട്ടാ. ഇത് നമ്മൾ വന്ന റോഡ്, കളിക്കാവള ബാലരാമപുരം തിരുവനന്തപുരം റോഡ്. നമ്മൾ പോണത് നമ്മുടെ തീരദേശ ഹൈവേ വഴി വീണ്ടും കോവളം വഴി കേട്ടോ. കോവളം ഡയറക്ഷനോട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞ
കോളം ഡയറക്ഷനോട്ട് വഴി. വീണ്ടും വഴി പഴയ വഴി കുടു 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 എന്ന് വെക്കാൻ മതി. ഈ സ്ഥലത്തിന്റെ പേര് കോഴിവിള. പിന്നെ അതിന് തൊട്ടടുത്ത് കളിക്കാവള എഴുതിയിട്ടുണ്ട് കേട്ടോ. കോഴിവിളയാണ് സ്ഥലത്തിന്റെ കോഴിവിള. ഈ വഴി നേരെ അങ്ങോട്ട് പോയി നമ്മൾ പൂവാറിനിറങ്ങും കേട്ടോ. നമ്മൾ അതിലേ പോയെന്ന് പറഞ്ഞാലും തിരിച്ച് കറങ്ങി ഈ വഴി വരണം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത്, നമ്മുടെ കോവളം കഴക്കൂട്ടം ബൈപ്പാസ് റൈഡ് നടത്തിയില്ലേ, അതിൻ്റെ പൂവാറിൽ നിന്ന് ഒരു സ്ഥലത്തോട് തിരിഞ്ഞെടുത്ത് വന്നത് കേട്ടോ. ഇതിന് താഴെക്കൂടെ നമ്മുടെ ഹൈവേ വെട്ടിയും പുകയും പോലെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കോവളം വഴി കഴക്കൂട്ടം അല്ലേ? അതെ. വരുമ്പോഴും നല്ല ഫിനിഷിംഗ് ഉള്ള ഇതാട്ടോ. അതുകൊണ്ട് സ്റ്റാർട്ട് വളരെ സൂക്ഷിച്ചു തെറിച്ച് പോകരുത്. ഒച്ചയും വെള്ളം കണ്ടില്ലെങ്കിൽ ഓർത്തോളം ഞാൻ റോഡിൽ കിടപ്പുണ്ടോ തിരിച്ചു വന്ന് എടുത്തോണ്ട് പോകണം, മറക്കല്. അപ്പോൾ നമ്മൾ ഹൈവേ കയറി. ഇപ്പം നമ്മൾ ഹൈവേ ഒരുപാട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് റെസ്റ്റ് കൊടുക്കാം. നമ്മൾ അടുത്തൊരു ജംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കന്യാകുമാരി കന്യാകുമാരി എടുക്കുമ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. തിരിച്ചു വരുന്നതല്ലോ വന്നേക്കുന്നത്. കന്യാകുമാരി നമ്മൾ വണ്ടിയെടുത്ത് നമ്മുടെ കുളച്ചൽ, പിന്നെ അതുപോലെ മാർത്താണ്ഡം, പിന്നെ നമ്മുടെ അമ്പലം ഉണ്ടല്ലോ മണ്ടക്കാട്, അവിടെ അതിലങ്ങനെ കയറി ആ വഴിയാണ് വന്നത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ സൈഡിൽ കൂടെ വന്നത് വേറൊരു റൂട്ട്. അങ്ങനെ ആ വരെ വന്ന് നമ്മൾ പൂവാറ് ഈ കറക്റ്റ് വന്നത് ഈ കഴക്കൂട്ടത്ത് നിന്ന് ഇറങ്ങി. അപ്പം ഈ പരിപാടി നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു കേട്ടോ. ഈ യാത്ര ഇനി നമുക്കൊരു പുത്തൻ യാത്ര കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ അറിയാലോ, വിട്ട പോരുവാണ്. ഓരോ എല്ലാ മുക്കും മൂല, ഈ ലോകത്തിൻ്റെ എല്ലാ മുക്കും മൂലയും അടിച്ചു തുറക്കണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. വീട്ടിൽ ശ്രദ്ധിക്കാം കേട്ടോ.